ഇനിയുള്ള കാലഘട്ടത്തിൽ അങ്ങോട്ട് ഒരു പെട്രോൾ വണ്ടിയോ അല്ലെങ്കിൽ ഒരു ഡീസൽ വണ്ടിയോ എടുക്കുന്നത് ഒരു മണ്ടത്തരമാകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. കാര്യം അത്രമാത്രം ആര് വാങ്ങണം? ഇത്ര റേഞ്ച് കൂടിയ വണ്ടിയൊക്കെ എടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇനിയും കുറച്ച് നാളും കൂടെ വെയിറ്റ് ചെയ്ത് ട്ടൊക്കെ എടുത്താൽ മതിയോ? അല്ലെങ്കിൽ നഷ്ടമാണോ? എല്ലാ ജനറേഷൻ IC എഞ്ചിൻ നമ്മൾ ഓടിച്ച് വളർന്നതും അത്യാവശ്യം എന്താ റഡാർ ആയതുണ്ടാ ഒറ്റ കൊടുപ്പിന് ഏകദേശം 3 കിലോമീറ്റർ റേഞ്ചും കുറഞ്ഞു, 1% ചാർജും കുറഞ്ഞു. എരിഞ്ഞ് തീരും ഇങ്ങനെ കൊടുക്കുവാണെങ്കിൽ. നമുക്ക് ബാലിസ്റ്റിക്കിലൊന്നും ഇട്ടിട്ട് ഇതിൻ്റെ ആ ഒരു പെർഫോമൻസ് കാണിച്ചു തരാം. ഇത് കണ്ടോ, ബാലിസ്റ്റിക്കിൽ ഇടുന്ന കഴിയുമ്പോൾ ഇത് സത്യം പറയാമല്ലോ, ഉള്ള കാര്യം പോലെ ഭ്രാന്ത് പിടിപ്പിക്കുന്ന ഇലക്ട്രിക്കൽ അഡ്രിനൽ റഷ് വരുന്നൊരു വേരിൻ്റാണ് X47 എന്ന് പറയുന്നത്. അപ്പോൾ യെസ് ഗായ്സ്, നമ്മൾ ഇന്ന് നമ്മുടെ കയ്യിൽ കമ്പാനിറ്റിന് കിട്ടി. ഇന്ന് മാത്രമല്ല, ഞാൻ ഏകദേശം ഒരാഴ്ചയോളമായിട്ട് എൻ്റെ കയ്യിൽ ഈ വണ്ടി ഉണ്ടായിരുന്നു, അൾട്രാ വയലറ്റ് X47 ക്രോസ് ഓവർ. അപ്പോൾ ഈ വണ്ടിയെ പറ്റിയിട്ടുള്ള ഒരു അരച്ച് കലച്ച് ഗുണിച്ച് ഗണിച്ച് അബ്യൂസ് ചെയ്ത്, മറ്റേതല്ല അബ്യൂസ് മാക്സിമം, വണ്ടി ഒന്ന് കഴുകിയിട്ട് പോലും അത്രയ്ക്ക് ചെളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നിലവിലിരിക്കുന്ന ഒരു വണ്ടിയാണ്. അത്രയ്ക്ക് ഞാൻ മാക്സിമം കിലോമീറ്റർ വണ്ടി ഓടിച്ചു. ഒരുപാട് റൈഡൊന്നും പോകാൻ പറ്റിയില്ല, പക്ഷേ നമ്മുടെ ഡെയിലി കമ്മ്യൂട്ടിങ് നല്ല രീതിയിൽ ഞാൻ യൂസ് ചെയ്ത് വണ്ടി. പിന്നെ ഹൈവേയിലൊക്കെ ഇട്ട് നല്ല പൊളിച്ചു നോക്കി. പിന്നെ കിലോമീറ്ററൊക്കെ ചാർജ് ചെയ്ത്, വെളിയിലൊക്കെ ചാർജ് ചെയ്ത് നോക്കി, വീട്ടിൽ ചാർജ് ചെയ്ത് നോക്കി, ഏതാണ് ലാഭം എന്നൊക്കെ മനസ്സിലായി. പിന്നെ ഈ വണ്ടി മാത്രമല്ല, ഏതൊരു വണ്ടിയാണെങ്കിലും, ഇലക്ട്രിക് വണ്ടികളിൽ ഏതൊരു മോഡലാണെങ്കിലും എടുക്കുന്നത് നഷ്ടമാണോ ലാഭമാണോ? സത്യം പറഞ്ഞാൽ ഞാനൊരു അങ്ങനെ ഇലക്ട്രിക് വണ്ടികളെ ഇഷ്ടപ്പെടുന്നൊരു വ്യക്തി അല്ലായിരുന്നു. ഇപ്പോഴും ഞാൻ സ്റ്റിൽ പറയുന്നു, ഞാൻ ഇലക്ട്രിക്കിനോട് വലിയ താല്പര്യപ്പെടുന്നൊരു വ്യക്തിയല്ല. അത് ഫ്യൂച്ചറാണ് ഇലക്ട്രിക്ക്. തീർച്ചയായിട്ടും ഇനിയുള്ള കാലം ഇലക്ട്രിക്ക് തന്നെയാണ് ഫ്യൂച്ചർ. ഇനിയുള്ള കാലം ഡീസലോ പെട്രോളോ വണ്ടികൾ എടുക്കുന്നത് മണ്ടത്തരമാകുന്നൊരു ലെവലോളം ഏകദേശം നമ്മുടെ നാട് അല്ലെങ്കിൽ ലോകം മൊത്തത്തിൽ മാറും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. കാര്യം ഇലക്ട്രിക്കാണ് പ്രാക്ടിക്കാലിറ്റി കൊണ്ട് എല്ലാവരും എന്തൂസിയാസം കൊണ്ട് നടക്കുന്ന ആൾക്കാരായിരിക്കത്തില്ലല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ഇനിയുള്ള കാലം ഭരിക്കാൻ പോകുന്നത് ഇലക്ട്രിക് വണ്ടികളായിരിക്കും. തീർച്ചയായിട്ടും കാറുകളൊക്കെ എവിടെ നോക്കിയാലും ഇപ്പം എല്ലോട്ടൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇലക്ട്രിക് വണ്ടികളാണ്. സോ ഇലക്ട്രിക് വണ്ടികൾ വാങ്ങാൻ ഞാനും ഒരെണ്ണം എടുക്കണമെന്നുണ്ട് പ്രാക്ടിക്കാലിറ്റിക്ക് വേണ്ടിയിട്ട്. അപ്പം ഞാൻ എടുക്കുന്നത് ഇതുപോലെ പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഇലക്ട്രിക് വണ്ടി ആയിരിക്കുമോ, അല്ലെങ്കിൽ കമ്മ്യൂട്ട് ചെയ്യുന്ന വണ്ടിയാണോ, ഏതായിരിക്കും നല്ലത്, ഏത് ഇലക്ട്രിക് വണ്ടിയാണ് നല്ലത് എന്നുള്ള കാര്യത്തെ പറ്റിയിട്ടുള്ള എൻ്റെ പേഴ്സണലായിട്ടുള്ള കുറേ നെഗറ്റീവും പോസിറ്റീവും, അതുപോലെ തന്നെ പൊതുവേ ഉള്ള കുറേ ഇലക്ട്രിക് വണ്ടികൾ വാങ്ങാൻ നിൽക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ള പൊതുവേ ഉള്ള കുറേ കാര്യങ്ങൾ. മസ്റ്റായിട്ട് വീഡിയോ ഫുള്ളിരുന്ന് കാണും. ഒരു നല്ല ലെങ്ത് ഉള്ളൊരു വീഡിയോ ആയിരിക്കും. നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് എന്തായാലും നഷ്ടമാകത്തില്ല. ഏതൊരു ആൾക്കാർക്കും ഈ വീഡിയോ കാണാം. അരേ വാ, ഫസ്റ്റിൽ തന്നെ വണ്ടിയുടെ ലുക്ക് പറയാം. വണ്ടിയുടെ ലുക്ക് എന്ന് പറഞ്ഞാൽ ഇത്രയ്ക്ക് ഐക്യാച്ചായിട്ടുള്ള വേറൊരു ഇലക്ട്രിക് വണ്ടി ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അധികം ഇലക്ട്രിക് വണ്ടികളെ ശ്രദ്ധിക്കുന്നൊരു വ്യക്തിയല്ല. എൻ്റെ ജീവിതം, എൻ്റെ ജനറേഷൻ ഈസ് ഓൾ അബൌട്ട് പെട്രോൾ ഓർ ഡീസൽ. കാര്യം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇത് ഫ്യൂച്ചറാണ്. ഇനിയുള്ള ആൾക്കാർക്ക് ഇതായിരിക്കും എന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ള വണ്ടി. എൻ്റെ ജനറേഷൻ പെട്രോൾ ആൻഡ് ഡീസലാണ്. പക്ഷേ ഇതൊക്കെ മോശമാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അല്ല. ഇതിൻ്റെ ആയിട്ടുള്ള ഒരുപാട് ഗുണങ്ങളുണ്ട്. ഒരുപാട് ഗുണങ്ങളെന്ന് പറഞ്ഞാൽ ഒത്തിരി ഗുണങ്ങളുണ്ട്. ഇത് 2 ദിവസം കൊണ്ട് ഓടിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. പക്ഷേ ആസ് എ ICE എൻജിൻ ലവർ എന്നുള്ള നിലയ്ക്ക് എനിക്ക് പേഴ്സണലി തോന്നിയ കാര്യങ്ങൾ ഒരുപക്ഷെ നിങ്ങൾക്കും തോന്നിയേക്കാം. അത് ഈ വീഡിയോയിൽ ഞാൻ പറയാം. ഫസ്റ്റിൽ തന്നെ ലുക്ക് നല്ല കിടിലൻ ലുക്കാണ്, ഒന്നും പറയാനില്ല. വണ്ടിയുടെ മാരകമായ ഒരു ക്രോസ് ഓവർ ലുക്കിൻ്റെ ഒരു ഇലക്ട്രിക് വണ്ടിയാണെന്ന് തോന്നിക്കത്തേ ഇല്ല. നല്ല ഹെവി ആയിട്ടുള്ളൊരു വണ്ടിയാണ്. അതുപോലെ തന്നെ ആ ഒരു ബാറ്ററി 10.3 കിലോവാട്ടിൻ്റെ ബാറ്ററി മോട്ടർ ഈ ഒരു ഭാഗത്തുണ്ട്. നല്ല സൗണ്ടുള്ളൊരു മോട്ടറാണ്. ഈ സത്യം പേഴ്സണലി എനിക്ക് ഈ സൗണ്ടില്ലാത്ത ഇലക്ട്രിക് വണ്ടികളോട് ഒരു താല്പര്യമില്ല. ഇതിന് അത്യാവശ്യം നല്ല സൗണ്ട് ഉണ്ട്. നമ്മുടെ C900 ഒക്കെ സ്റ്റോക്ക് എക്സോസ്റ്റിൽ നമ്മൾ പോകുമ്പോഴുള്ളൊരു സൗണ്ട് ഉണ്ടല്ലോ, ആ ഒരു സൗണ്ട് എന്തായാലും ഉണ്ട്. പക്ഷേ ഇതിൻ്റെ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഒരു രക്ഷയില്ലാത്ത പവറാണ്. പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ആ ഒരു ഇനീഷ്യൽ ആക്സലറേഷൻ 0 to 80 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 40 bhp പവറേ ടോപ്പ് സ്പീഡൊക്കെ ഇതിന് കിട്ടത്തുള്ളൂ. 140 km/h സ്പീഡൊക്കെ ഇതിന് വരുത്തുള്ളൂ. പക്ഷേ ആ ഒരു പഞ്ചിനെസ്, ഈസിനെസ്, ആ ഒരു പവർ ഒട്ടും നമുക്ക് ബിഗിനറിന് സജസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാധനമാണ്. കൊല്ലി സാധനം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത്രയ്ക്ക് പവറും മാരകമായ ഒരു സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ ഇത് ഫുൾ ചാർജ് ചെയ്യാനായിട്ട് ഏകദേശം എന്താ പറയുക 8 മണിക്കൂർ നോർമൽ AC യോ DC യോ എന്തോ ആ ഒരു ചാർജറിൽ വേണം ഈ ഭാഗത്ത്.
ഇതിലാണെങ്കിൽ ഒരു 4 മണിക്കൂർ കൊണ്ട് ചാർജ് ആവും. ഇത് എയർ സ്ട്രൈക്ക് എന്ന് പറഞ്ഞൊരു വേരിയൻ്റാണ്. പിന്നെ സീറ്റും കാറിലൊക്കെ നല്ല കംഫർട്ടബിളാണ്. റൈഡറിനാണെങ്കിലും പില്ലിനാണെങ്കിലും നല്ല കംഫർട്ടബിളാണ്. എത്ര യാത്ര വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ബാക്കിലത്തെ ലുക്കൊക്കെ ഒരു രക്ഷയില്ല, മാരകമായ ലുക്കും കാര്യങ്ങളൊക്കെയാണ്. LED ലൈറ്റിംഗ് ആണ് ഫുള്ള് വരുന്നത്. ഡുവൽ ഡിസ്ക് വിത്ത് ഡുവൽ ചാനൽ ABS ഉണ്ട്, ട്രാക്ഷൻ കൺട്രോൾ ഉണ്ട്, അതുപോലെ തന്നെ വലിയൊരു ഫാറ്റി ടയറുണ്ട്. ഇപ്പം ടയർ പ്രഷർ കുറവാന്നൊക്കെ മീറ്ററിലൊക്കെ എഴുതി കാണിക്കുന്നുണ്ട്. അത്രയ്ക്ക് ഫീച്ചറും കാര്യങ്ങളൊക്കെ ഉണ്ട്. മോണോഷോക്ക് സസ്പെൻഷനാണ്. പിന്നെ ഇവിടുന്ന് നോക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല ബൾക്കി ആയിട്ടുള്ളൊരു ഫീലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അൾട്രാവൈലറ്റിൻ്റെ ആ ഒരു മീറ്റർ കൺസോൾ, വണ്ടി ഓഫാക്കുമ്പോഴും ഓണാക്കുമ്പോഴൊക്കെ കമ്പ്യൂട്ടർ ഓണാക്കുന്ന പോലെയൊക്കെയാണ് പേഴ്സണലി ഫീൽ ചെയ്യുക. പിന്നെ ഈ വണ്ടി താക്കോൽ ഇടാതെ ആരെങ്കിലുമൊക്കെ വന്ന് നമ്മൾ വണ്ടി സ്റ്റോളൻ ചെയ്യാൻ അല്ലെങ്കിൽ വന്ന് മാറ്റി വയ്ക്കാനൊക്കെ ശ്രമിക്കുവാണെങ്കിൽ വണ്ടി ചുമ്മാ കിടന്നിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. സത്യം പറഞ്ഞാൽ ഈ വണ്ടി എടുത്തിട്ട് ആദ്യത്തെ 2 ദിവസം ഞാൻ കിടന്ന് പെടാപ്പാടിട്ട് ചുമ്മാ ക്ലച്ചിലിട്ട് ഇങ്ങനെ പിടിക്കുക, ചുമ്മാ ഇട്ടിങ്ങനെ ക്ലച്ചിൽ പിടിക്കാൻ നോക്കുക, ഗിയർ ഡൗൺ സ്ലോ ചെയ്യുമ്പോൾ ഗിയർ ഡൗൺ ചെയ്യാൻ നോക്കുക. എങ്ങനെ നോക്കിയാലും ഞാനങ്ങ് ഭയങ്കരമായിട്ട് പെട്ട് നിൽക്കുകയാണ്. ഇപ്പം നിലവിൽ ബലിസ്റ്റിക് മോഡിലാണ് കിടക്കുന്നത്. 3 റൈഡിംഗ് മോഡാണ് വരുന്നത്. ബലിസ്റ്റിക്ക്, ഏറ്റവും പവറുള്ള മോഡ്, അതുപോലെ തന്നെ കോമ്പാക്റ്റ്, അതുപോലെ തന്നെ ഗ്ലൈഡ്. ഇതിലിപ്പം 90 റേഞ്ചേ കാണിക്കുന്നുള്ളൂ. മറ്റേതിൽ അങ്ങനെ റേഞ്ച് കൂടി വരും പവർ കുറയുന്നതനുസരിച്ച്. അപ്പം ഒറ്റ ചാർജിൽ അവർ പറയുന്നത് പോലെ ഈ എന്താ പറയുക, ഒറ്റ ചാർജിൽ അങ്ങ് 320 കിലോമീറ്റർ ഓടുമോ എന്നുള്ള കാര്യം എനിക്ക് അറിയത്തില്ല. പക്ഷേ ഒരു 200-280 കിലോമീറ്റർ എങ്ങനെ പോലും ഓടിക്കും. പക്ഷേ ഈ വണ്ടി എടുത്തിട്ട് നമ്മൾ എന്തായാലും നമ്മൾ ഐക്യൂബോ ഒലയോ ഏതറോ കൊണ്ട് നടക്കുന്ന പോലെ പെതുക്കെ എന്തായാലും കൊണ്ട് നടക്കത്തില്ല. ഒരു ഡൗട്ടും വേണ്ട. നമ്മൾക്ക് ഹൈവേയിലൊക്കെ റൈഡ് ചെയ്യുന്ന സമയത്ത് നമ്മളെന്തുവായാലും ഇപ്പോഴത്തെ ഹൈവേ ഒക്കെ നല്ല ഹൈവേ അല്ലേ, അടിപൊളി ഹൈവേ അല്ലേ, ആ ഹൈവേ കൂടെ ഒന്നും ഒരിക്കലും നമുക്കിതിനകത്ത് 60-ലൊന്നും പോകാൻ പറ്റത്തില്ല. അത്രയ്ക്ക് ഒന്നാതെ സൗണ്ടും ഇല്ല, നല്ല എയറോഡൈനാമിക് ഡിസൈനും കൂടാണ്. വണ്ടി കയറുന്നത് ഒന്നാമത്തെ ആരും അറിയത്തില്ല. നമ്മളിങ്ങനെ അറിയാതെ കൈ ഇങ്ങനെ കൊടുത്തോണ്ടേയിരിക്കും. അപ്പോൾ 90-100 കയറിയിട്ട് നമ്മൾ അറിയത്തില്ല. ഒന്നാമത് വൈബ്രേഷനും ഇല്ല, സൗണ്ടും ഇല്ല, ഒന്നുമില്ല. അപ്പം നമ്മൾ ആ റേഞ്ചിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു 180-150 റേഞ്ചൊക്കെ നമുക്ക് എന്താ പറയുക ലോങ് റൈഡിലൊക്കെ കിട്ടത്തുള്ളൂ. അതൊരു പോരായ്മയാണ്. പിന്നെ ഫാസ്റ്റ് ചാർജിങ് എല്ലായിടവും ഇല്ല എന്നുള്ളതും പോരായ്മയാണ്. പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ ലോങ് റൈഡിന് എടുക്കുന്ന ആൾക്കാരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഡീസൻ്റായിട്ട് ഡിസിപ്ലിൻഡായിട്ട് ഓടിക്കാനാണെന്നുണ്ടെങ്കിൽ നല്ല റേഞ്ച് കിട്ടും. പക്ഷേ ഈ റേഞ്ച് കിട്ടുന്നതിനകത്തൊക്കെ ഒരുപാട് ഘടകമുണ്ട്. ഈ വണ്ടിയുടെ വിലയെന്ന് പറഞ്ഞാൽ ഏകദേശം അത് ഞാൻ ഓടിക്കുന്ന സമയത്ത് എന്തായാലും ഞാൻ പറയാം. നമ്മൾ ഇന്ന് ലാസ്റ്റ് ദിവസമാണ് ഈ വണ്ടിയുമായുള്ള നമ്മുടെ ആ ഒരു 5 days ആയിരുന്നു. പക്ഷേ 6 days ഞാൻ യൂസ് ചെയ്തു. കാര്യം അതിഭീകരമായ മഴയും കാലാവസ്ഥയും കാര്യങ്ങളൊക്കെ കാരണം. അതുമാത്രമല്ല എനിക്ക് ചാർജ് കുത്തിയാൽ എൻ്റെ വീട്ടിൽ സോക്കറ്റില്ല. അതുമാത്രമല്ല കറണ്ടും ഇല്ലായിരുന്നു, ചാർജിങ് സ്റ്റേഷനും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് കൊണ്ട് കൊടുക്കേണ്ടതായിട്ട് വന്നു. കൊണ്ട് കൊടുക്കാതിരിക്കാൻ പറ്റാത്തൊരു സാഹചര്യമായി മാറി. അതുകൊണ്ട് ഒരു ദിവസം കൂടെ നമുക്ക് എന്തായാലും ഉപയോഗിക്കാൻ കിട്ടി. പിന്നെ ഒരു 20% തന്നെ ഞാൻ ഈ വണ്ടി മാക്സിമം ഒരു ദിവസം എനിക്ക് ഓടിക്കാനുള്ള ഉണ്ടായിരുന്നു എൻ്റെ ഒരു ഓട്ടത്തിന്. അപ്പോൾ നമുക്കെന്തായാലും രാവിലെ അങ്ങ് നേരെ എറണാകുളത്തോട്ട് പോവുകയാണ്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ ഈ 5 ദിവസത്തെ ഈ വണ്ടി ഓടിച്ചിട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസ്, ഓവർ വ്യൂ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുടെ മുന്നിൽ പറയാം. ഫസ്റ്റിൽ തന്നെ നമ്മൾ ആ ഒരു നടുക്കത്തെ ആ ഒരു പവർ വേരിയൻറ്റിലാണ് ഇപ്പോൾ വണ്ടി നിലവിൽ കിടക്കുന്നത്. സോ ബെസ്റ്റ് ഓഫ് ബോത്ത് വേൾഡ്സ്. അഗ്രസീവ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം കയറി അങ്ങ് പാഞ്ഞ് കുറച്ച് പോകുന്നുണ്ട്. എന്നാൽ ബാലിസ്റ്റിക് പോലെ ഒരു അക്രമമല്ല. രണ്ടിനും നടുക്ക് കിടക്കുന്ന ഒരു വേരിയൻ്റാണ്. ഇതിനകത്ത് ഇപ്പം നിലവിൽ 98%-ഇതിനകത്ത് 200 കിലോമീറ്റർ കാണിക്കുന്നുണ്ട്. അയ്യോ ചീനി. സോ യെസ്, നമുക്ക് വലിയൊരു കുഴി. അപ്പം ഈ ക്രോസ് ഓവറിൻ്റെ ഗുണം ഇതൊക്കെയാണ്. അത്യാവശ്യം വലിയ കുഴികളൊക്കെ ആണെങ്കിൽ പോലും വലിയ വിഷയങ്ങളൊന്നും ഇല്ല. നമുക്ക് ബാലിസ്റ്റിക്കിലൊന്നും ഇട്ടിട്ട് ഇതിൻ്റെ ആ ഒരു പെർഫോമൻസ് കാണിച്ചു തരാം. ഇത് കണ്ടോ, ബാലിസ്റ്റിക്കിലിടുന്ന കഴിയുമ്പോൾ ഇത് സത്യം പറയാമല്ലോ, ഉള്ള കാര്യം പറയാം, പ്രാന്ത് പിടിപ്പിക്കുന്ന ഇലക്ട്രിക്കൽ അഡ്രിനൽ റഷ് ചെയ്യുന്നൊരു വേരിയൻ്റാണ് X47 എന്ന് പറയുന്നത്. അതിനകത്ത് ഒരു തർക്കവും വേണ്ട. അത്യാവശ്യം നല്ല പെർഫോമൻസും നല്ല എന്താ പറയുക ഫീഡ്ബാക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, അതൊക്കെ ഞാൻ പറയാം. സോ നമുക്കിവിടെ നിർത്തി ഇതിൻ്റെ ആക്സലറേഷൻ ജസ്റ്റ് ഒന്ന് ഞാൻ കാട്ടിത്തരാം. വേറെ വണ്ടിയൊന്നും പുറകിലില്ല, രാവിലെ ആയതുകൊണ്ട്. സോ യെസ്, വേറെ റെവ് മാച്ചിങ്ങും ചെയ്യേണ്ട കാര്യമില്ല. റെഡി, 1 2 3 സ്റ്റാർട്ട്. എന്ത് പടേ. അപ്പോൾ ഇങ്ങനെ കൈ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് എറണാകുളത്ത് എല്ലാം പറ്റത്തില്ല. പക്ഷെ എന്നാലും ഇപ്പോഴല്ലേ കാണിക്കാൻ പറ്റത്തുള്ളൂ. കയറുന്ന കയറ്റം കണ്ടായി മാരകമായ ആക്സലറേഷൻ, മാരകമായ സ്റ്റെബിലിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ചെറുതായിട്ട് ഒറ്റ കൊടുപ്പിന് ഏകദേശം 3 കിലോമീറ്റർ റേഞ്ചും കുറഞ്ഞ 1% ചാർജും കുറഞ്ഞ് എരിഞ്ഞ് തീരും ഇങ്ങനെ കൊടുക്കുവാണെങ്കിൽ.
പിന്നെ ഇതിനകത്തുള്ള ഒരു നെഗറ്റീവ് പോസിറ്റീവ് ആണെങ്കിൽ വേണമെങ്കിൽ പറയാം, നെഗറ്റീവ് ആണെന്നോ പോസിറ്റീവ് ആണെന്നോ പറയാം. ഇതിനകത്തൊരു 70, 80, 90 പോയിട്ട് അറിയുന്ന പോലും ഇല്ല, അത്രയ്ക്ക് സ്റ്റെബിലിറ്റി ഉണ്ട്. രണ്ടാമത്തെ കാര്യം, ഇതൊരു ഇലക്ട്രിക് ആണല്ലോ. ഇലക്ട്രിക് ആയതുകൊണ്ട് ഇതിൻ്റെ ഒരു എന്താ പറയുക, ആ ഒരു സോളില്ലായ്മ, അതായത് ആത്മാവില്ലാത്ത ഒരു ഫീൽ ഉണ്ടല്ലോ. എൻ്റെ ജനറേഷൻ, ഞാൻ ആ വീഡിയോ ആദ്യം പറഞ്ഞ പോലെ തന്നെ എൻ്റെ ജനറേഷൻ എന്ന് പറഞ്ഞാൽ ICE എഞ്ചിൻ്റെ ഒരു ജനറേഷനാണ്. നമ്മുടെ എല്ലാം ഈ വീഡിയോ കാണുന്ന 99.9% ആൾക്കാരുടെ 100% എന്ന് വേണമെങ്കിൽ പറയാം, നമ്മുടെയൊക്കെ ജനറേഷൻ ICE എഞ്ചിൻ നമ്മൾ ഓടിച്ച് വളർന്നതും അത്യാവശ്യം എന്താ റഡാർ ആയതുണ്ടാ. ബാക്കിൽ ഏതെങ്കിലും വണ്ടി വരുവാണെങ്കിൽ റഡാർ ഇവിടെ കാണിക്കും. അപ്പോൾ നമ്മൾ ആ ഒരു വൈബ്രേഷനും ആ ഒരു ഫീലും സോളും ഒക്കെ അറിഞ്ഞാണ് നമ്മൾ ഹൈവേക്കൂടെ യാത്ര. പക്ഷേ ഇതിനകത്തെന്ന് പറഞ്ഞാൽ നമ്മളിത് ഇത് കണ്ട 70 വേണമെങ്കിൽ കൈ കൊടുത്താൽ 100 വേണമെങ്കിൽ പോയാലും ഒന്നും അറിയത്തില്ല. അമ്മാതിരി സ്റ്റെബിലിറ്റിയും ബ്രേക്കിംഗ് ഒക്കെയാണ്. നല്ല കോൺഫിഡൻസ് ഉണ്ട്. ഉള്ള കാര്യം പറയാമല്ലോ, ആസ് എ വണ്ടി എന്നുള്ള നിലയ്ക്ക് വേറെ ലെവലാണ് ഈ ഒരു വണ്ടി. സോ നല്ല മഴ പെയ്യാൻ തുടങ്ങി, നമുക്ക് നേരെ വണ്ടി നിർത്താം, എന്നിട്ട് ബാക്കിയുള്ള പിന്നെ പറയാം. ഒരു കിടുക്കൻ മഴയൊക്കെ കഴിഞ്ഞു. ഇതേ ഞാൻ ഉദ്ദേശിച്ച സോളെന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള സോളാണ്. ഇത്രയും സോളില്ലെങ്കിലും ഒരു ഇച്ചിരി സൗണ്ടൊക്കെ നമ്മുടെ വണ്ടിയിലുണ്ടെങ്കിൽ അതൊരു എൻജോയ്മെൻ്റ് ആണ്. പക്ഷേ ഇത് ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇതൊരിക്കലും ഈ അൾട്രാ വയലറ്റ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഒരു നെഗറ്റീവാണെന്നല്ല ഞാൻ പറയുന്നത്. പൊതുവേ ഇലക്ട്രിക്കിൻ്റെ ഒരു നേച്ചർ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഇങ്ങനെയാണ് ഇലക്ട്രിക്കിൻ്റെ നേച്ചർ. നേരത്തെ പണ്ടൊരു റിവോൾട്ട് എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് ആ ഒരു ഫീൽ കൊണ്ടുവരാൻ വേണ്ടി സ്പീക്കറൊക്കെ വെച്ചിട്ട് വണ്ടിയുടെ സൗണ്ട് ഉള്ളൊരു സെറ്റപ്പൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയ്ക്ക് കമ്പനിക്ക് പോലും അറിയാം, അത്രയ്ക്ക് എന്താ പറയുക ഒരു ഫീലാണ്. ഇപ്പം എത്ര പെട്ടെന്ന് ഒരു ജനറേഷനെ മാറ്റാൻ പറ്റത്തില്ല എന്ന് അവർക്കറിയാം. സോ ഞാൻ പറഞ്ഞു വന്നത്, വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വണ്ടി എന്നുള്ള നിലയ്ക്ക് ഇറ്റ് ഈസ് ക്രാഫ്റ്റഡ് ലൈക്ക് പെർഫെക്ഷൻ. അതായത് വണ്ടി ഓടിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. അത്യാവശ്യം നല്ല പവറാണ് ബലിസ്റ്റിക്കിൽ, അതുപോലെ തന്നെ കോമ്പാക്റ്റിലിട്ടാലും അതുപോലെ തന്നെ ഗ്ലൈഡിലിട്ടാലും ഒക്കെ നല്ല ഒരു റൈഡ് ആൻഡ് റൈഡ് ഫീലും കാര്യങ്ങളൊക്കെ തന്നെയാണ് വണ്ടിയുടെ ഭാഗത്ത് നമുക്ക് കിട്ടുന്നത്. പിന്നെ ഈ ഒരു വണ്ടി ആരൊക്കെ വാങ്ങണം? ഇതിപ്പം ഒരു മോട്ടോർ സൈക്കിൾ കാറ്റഗറി പെടുത്തുന്ന സ്കൂട്ടർ, നമ്മുടെ ഏതൊരു ഓലയൊക്കെ പോലുള്ള വണ്ടികൾ, ഇതൊരു മോട്ടോർ സൈക്കിൾ കാറ്റഗറി വരുന്ന EV ബൈക്കാണ്. സോ ഇത് ആര് വാങ്ങണം? ഇത്ര റേഞ്ച് കൂടിയ വണ്ടിയൊക്കെ എടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇനിയും കുറച്ചാളും കൂടെ വെയിറ്റ് ചെയ്ത് ട്ടൊക്കെ എടുത്താൽ മതിയോ, അല്ലെങ്കിൽ നഷ്ടമാണോ ലാഭമാണോ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ 4 ലക്ഷം രൂപ അതിൻ്റെ ടോപ്പ് എൻഡ് വേരിയൻറ്റിനുണ്ട്. ഇതിന് ഏകദേശം ഒരു 380 വരും. ടോപ്പ് എൻഡ് വേരിയൻറ്റിന് അല്ലാതെ ഒരു 380 വരും. ഇത് 2 വേരിയൻറ്റ് അവൈലബിൾ ആണ്. 7.1 കിലോ വാട്ടും 10.7 കിലോ വാട്ടും. അപ്പോൾ 10.7 കിലോ വാട്ടിൻ്റെ ബാറ്ററി വരുന്നത് കൊണ്ടാണ് സത്യം ഇതിന് ഒരു പ്രീമിയം പ്രൈസ് ടാഗ് വരുന്നത്. അല്ലാതെ ഈ വണ്ടിയുടെ ക്വാളിറ്റിയിലോ അല്ലെങ്കിൽ പ്രീമിയം കമ്പോണൻസ് ഒരുപാട് നിറച്ചത് കൊണ്ടോ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ആ ബാറ്ററിയുടെ പൈസയാണ് മെയിനായിട്ടും ഈ വണ്ടിക്ക് വരുന്നത്. സോ ഇതൊരു ഓവർ പ്രൈസിനൊന്നും നമുക്ക് പറയാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ഡോണ്ട് നോ. ബിക്കോസ് പലർക്കും പല പെർസ്പെക്റ്റീവ് ആയിരിക്കും. അതായത് ഇപ്പം നമുക്കറിയാം EVക്ക് ഓൾറെഡി ഇച്ചിരി വില കൂടുതലാണ്. പ്രത്യേകിച്ച് ഒരു 10 കിലോ വോട്ട് എന്നൊക്കെ പറയുമ്പം 300 കിലോമീറ്റർ റേഞ്ച് ഒരു കാറിന്, ആ കാറിൻ്റെ EV റേഞ്ചിന് ഏകദേശം അടുത്തോളം വരുന്നുണ്ട് ഈ ഒരു വണ്ടിക്ക്. അപ്പം അത്രയും കപ്പാസിറ്റി ഉള്ള ബാറ്ററി ആയതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഇതിന് വില കൂടും. അതിൽ നമുക്ക് കമ്പനി ഒരിക്കലും തെറ്റു വരാൻ പറ്റത്തില്ല. അവർ ഓവർ പ്രൈസ് ആക്കുന്നതല്ല. സോ അവരുടെ ടെസ്റ്റ് ട്രാക്റ്റും അതുപോലെ ഷോക്ക് വേവ് ഒക്കെ ലോഞ്ച് ചെയ്തത് നല്ല അടിപൊളി പ്രൈസിലാണ്. അത് അത്രയും റേഞ്ച് കുറവായതുകൊണ്ടാണ് അത്ര റേറ്റ് കുറഞ്ഞത്. സോ കമ്പനി ഒരിക്കലും കുറ്റം പറയാൻ പറ്റത്തില്ല, അത്ര റേറ്റൊക്കെ വരും. പക്ഷേ ഇത് ആരൊക്കെ വാങ്ങണമെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്കൊരു EV വേണം, EVയുടെ ഒരു ഈസിനെസ് വേണം, വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടാണ് നിങ്ങൾ വണ്ടി ഓടിക്കുന്നത്, A to B കാറ്റഗറിയിൽ വണ്ടി ഓടിക്കാനാണ് ഇഷ്ടം, പ്രത്യേകിച്ച് ICE വണ്ടികളോടൊരു പ്രത്യേക താല്പര്യമൊന്നും ഇല്ല, നിങ്ങൾ കൂടുതലായിട്ടും നല്ല രീതിയിൽ യാത്ര ചെയ്യുന്ന ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ എടുക്കാം. കാര്യം വേറൊന്നും കൊണ്ടല്ല, ഞാനത് ഒരു ഫീല് വെച്ച് പറയാൻ കാര്യം ചെയ്യല്ലേ, അത് ചെറിയ കാര്യമല്ല ആ ഫീൽ വെച്ച് പറയുന്നൊരു കാര്യം. അതായത് നിങ്ങളിത് പറ്റുമെങ്കിൽ മാക്സിമം ഫുള്ള് സ്കിപ്പ് അടിക്കാതെ കാണുവാണെങ്കിൽ ഒരു ഐഡിയ കിട്ടും. കാര്യം ഇത് ചിലപ്പോൾ ബോറിംഗ് ആയിട്ട് തോന്നിയേക്കാം. കാര്യം എൻ്റെ മാത്രം പെർസ്പെക്റ്റീവിലുള്ളൊരു കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അതായത് എനിക്കുള്ള കാര്യം പറയാമല്ലോ, വണ്ടി ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടു. വണ്ടി കിഡിലം വണ്ടിയാണ്. ഈ ഒരു EV സെഗ്മെൻറ്റിൽ മെച്ചപ്പെടുത്താമായിരുന്നു എന്ന് തോന്നിയത് ഇവരുടെ സർവീസ് നെറ്റ്വർക്ക് കുറച്ചും കൂടെ ബെറ്റർ ആക്കിയായിരുന്നെങ്കിൽ,
ബെറ്റർ എന്ന് പറഞ്ഞാൽ മോശമൊന്നുമല്ല, കുറച്ചും കൂടെ വൈഡ് സ്പ്രെഡ് ആക്കിയായിരുന്നെങ്കിൽ എല്ലാ ജില്ലയിലും ഇല്ലെങ്കിലും ഒരു 10-40 കിലോമീറ്റർ ചുറ്റളവിലെങ്കിലും എവിടെയെങ്കിലുമൊക്കെ സർവീസ് സെൻറ്റർ അത് സ്വാഭാവികമായിട്ട് ഒരു ഇനി കൊണ്ടുവരുമായിരിക്കും. അങ്ങനെ കൊണ്ടുവന്നായിരുന്നെങ്കിൽ ബെറ്റർ ആകും. ബട്ട് സ്റ്റിൽ വണ്ടി എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. ബട്ട് എനിക്കൊരു ഫീലില്ല, ഒരു സോളില്ല, ഒരു ആത്മാവില്ലാത്തൊരു ഫീല്. എൻ്റെ മേ ബി ഞാൻ എപ്പോഴും നേരത്തെ കുറേ നേരം കൊണ്ട് പറയുന്നത് പോലെ എൻ്റെ ഒരു ജനറേഷൻ ഈ ഒരു EV യിൽ നിൽക്കുന്നത് കൊണ്ടാവണം, ICE എൻജിൻസിന് ഇടയിൽ ഞാൻ ജനിച്ചത് കൊണ്ടാവണം. സോ എനിക്കൊരു ഈ ഒരാഴ്ച കൊണ്ട് എനിക്ക് എന്തൊക്കെയോ ഒരു വെപ്രാളം മറ്റേ വണ്ടി ഓടിക്കാത്തതുണ്ട്. കാര്യം സംഭവം ഒരുപാട് പൈസ ലാഭിച്ചു. ഒറ്റ ചാർജിൽ തന്നെ ഒരാഴ്ച എനിക്ക് കിടന്ന ഒരാളുടെ ചാർജ് ഇതിനകത്ത് ഉണ്ടായിരുന്നു എൻ്റെ ഓട്ടത്തിന്. സോ ഒരു 10-80 രൂപ വീട്ടിൽ മുടക്കുവാണെങ്കിൽ, അതായത് കറണ്ട് ബില്ലൊരു 10-80 രൂപ അല്ലെങ്കിൽ 100 രൂപ അഡീഷണൽ വരുമായിരിക്കും ഒറ്റ ചാർജിൽ. സോ അതൊരു പ്ലസ് പോയിൻ്റ് തന്നെയാണ്, അതിനകത്തൊന്നും പറയാനൊന്നുമില്ല. ഒരുപാട് പൈസ ലാഭിക്കാം, അതിലൊരു തർക്കവും വേണ്ട. പക്ഷേ എന്തൊക്കെയോ ഒരു കുറവുള്ളതുപോലെ എനിക്ക് എൻ്റെ ഡെയിലി എൻ്റെ ജീവിതം മാറി മറന്നതുപോലെ ഒരു മൂകത. വണ്ടി ഓടിക്കുമ്പോഴും വണ്ടി നമ്മൾ എന്തൊക്കെയോ ഒരു കുറവുള്ള പോലെ. കാര്യം ഇത്രയും നാൾ നമ്മൾ ഒരു ദിവസം പോലും ബൈക്ക് ഓടിക്കാത്തൊരു ദിവസം ഇല്ല. പെട്രോൾ അടിച്ച ആ ഒരു വൈബ്രേഷനും ആ ഒരു സൗണ്ടൊക്കെ കേട്ട് വണ്ടി ഓടിച്ച് പെട്ടെന്ന് EVയിലോട്ട് കയറിയപ്പോൾ എന്തോ എനിക്ക് അങ്ങോട്ടൊരു വല്ലാത്തൊരു മൈൻഡ് സെറ്റായിപ്പോയി. നിങ്ങൾക്ക് നല്ല ഓട്ടം ഉണ്ട്, നിങ്ങൾക്ക് A to B പോയാൽ മതി, സ്ഥലങ്ങൾ കൂടുതലായിട്ട് എക്സ്പ്ലോർ ചെയ്താൽ മതി എന്നൊക്കെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരാളാണ്. നിങ്ങൾ ഒരുപാട് സ്പീഡ് എടുത്ത് ഓടിക്കാനാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ റേഞ്ച് ഒന്നും എന്തായാലും കിട്ടത്തില്ല. 8 മണിക്കൂർ സാധാ ചാർജ് ചെയ്യാൻ എടുക്കും ഈ വണ്ടിക്ക്. അതുപോലെ തന്നെ ഫാസ്റ്റ് ചാർജിങ് ആണ് എന്നുണ്ടെങ്കിൽ 4 മണിക്കൂർ എടുക്കും. സോ എങ്ങനെ വെച്ച് നോക്കിയാലും ഒരു ലോങ് ഡിസ്റ്റൻസ് ട്രാവലിംഗ് കറങ്ങി നടക്കാനാണ് ഉദ്ദേശമെങ്കിൽ ഇപ്പോഴത്തെ നമ്മുടെ കാലഘട്ടം വെച്ചിട്ട് അത് ഏകദേശം ആപ്റ്റാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബട്ട് സ്റ്റിൽ നമ്മുടെ ചെറിയ ഒരു 100-150 കിലോമീറ്റർ റൈഡൊക്കെ ഈ വണ്ടിയിൽ പോയി സ്റ്റേ അടിച്ച് കറങ്ങി അടിച്ചൊക്കെ നടക്കാനാണെന്നുണ്ടെങ്കിൽ ഈ വണ്ടി നല്ലൊരു ഓപ്ഷനായിരിക്കും. അല്ലാതെ നിങ്ങളിപ്പോൾ ഈ വണ്ടിക്കകത്ത് എന്താ പറയുക, ഡെയിലി കമ്മ്യൂട്ടിങ്ങിനാണ് ഈ വണ്ടി എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും അത് സപ്പോർട്ട് ചെയ്യത്തില്ല. കാര്യം വേറൊന്നും കൊണ്ടല്ല, ഈ വണ്ടിക്ക് ഏകദേശം 4 ലക്ഷം രൂപ ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട്. ടോപ്പ് എൻഡ് വേരിയൻ്റ് ആണ് 4 ലക്ഷം രൂപ, അല്ലാതാണെങ്കിൽ 350, 380 വരും. സോ ഈ 380 കൊടുത്ത് നമ്മൾ വണ്ടി എടുത്തിട്ട് 200 രൂപ മതി ഈ വണ്ടിക്ക് റീചാർജ് ചെയ്യാൻ. വെളി കൊടുത്താണെങ്കിൽ ഒരു 250 കിലോമീറ്റർ കിട്ടുമായിരിക്കും. ഈ വണ്ടിയൊക്കെ എടുത്താൽ നമ്മൾ ഒരിക്കലും പെരുക്കെ പോകത്തില്ല. അമ്മാതിരി പെർഫോമൻസ് ആണ്. കണ്ടില്ലേ, ഇങ്ങനെയൊക്കെ കൈ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടിയുടെ ചാർജ് അങ്ങോട്ട് കത്തിത്തീരും. സോ കത്തിത്തീരുമ്പോൾ കുഴപ്പമെന്ന് പറഞ്ഞാൽ ചാർജ് നമ്മൾ വിചാരിക്കുന്ന പോലെ 320 280 കിട്ടത്തില്ല. ഒരു 60 ആ ഒരു റേഞ്ചിലൊക്കെ ഓടിച്ചാൽ നല്ല റേഞ്ച് കിട്ടും. 60 റേഞ്ചിൽ ഓടിക്കാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് സാധാ ഇലക്ട്രിക് സ്കൂട്ടർ എടുത്താൽ മതിയാകുമായിരിക്കും 2 ലക്ഷത്തിന് താഴേക്കുന്ന. പിന്നെ ഈ 4 ലക്ഷം രൂപയൊക്കെ എന്ന് നമുക്ക് മുതലാവും എന്നൊന്നും എനിക്കറിയില്ല. കാര്യം എൻ്റെ ഒരു കാഴ്ചപ്പാടാണ് ഞാൻ പറയുന്നത്. ഇഫ് യു ആർ ട്രൂ എന്തൂസിയാസ്റ്റിക് EV പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ഈ വണ്ടി നിങ്ങൾക്ക് ഓപ്ഷൻ ആയിരിക്കും. ഉള്ള കാര്യം പറയാം, നിങ്ങൾക്ക് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും ഈ വണ്ടി. നിങ്ങൾക്ക് ഒരു രീതിയിലുള്ള മടുപ്പൊന്നും തരത്തില്ല. മടുപ്പെന്ന് പറഞ്ഞ സാധനം ഈ വണ്ടിക്കില്ല. പില്ലൻ കംഫർട്ടാണെങ്കിലും റൈഡർ കംഫർട്ടാണെങ്കിലും ഹാൻഡ്ലിംഗ് ആണെങ്കിലും അതുപോലെ സ്റ്റെബിലിറ്റി, എവറിത്തിങ് എനിക്ക് ഫൈനായിട്ട് തന്നെയാണ് തോന്നിയത്. പിന്നെ കൊടുക്കുന്ന പൈസക്കുള്ള അത്ര ടോപ്പ് നോച്ച് ക്വാളിറ്റി അല്ല. ഞാൻ പറഞ്ഞല്ലോ, ഈ ബാറ്ററിയുടെ പൈസ ആണ് സത്യം പറഞ്ഞാൽ കമ്പനി ഇത്രയും ഈ വണ്ടിക്കകത്ത് നിന്ന് എടുക്കുന്നത്. ഇപ്പം ഒരു ഓപ്ഷനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, ബാറ്ററി ഒഴിച്ച് വണ്ടി മാത്രമായിട്ട് 1.5 ലക്ഷം രൂപ എന്തോ മേടിക്കാം. ബാക്കി നമുക്ക് റെൻ്റലായിട്ട് നമുക്ക് മാസം അടച്ചാൽ മതി. അത് നല്ലൊരു ഓപ്ഷനാണ് തീർച്ചയായിട്ടും. അത് തീർച്ചയായിട്ടും നല്ലൊരു കാര്യം തന്നെയാണ്. നമുക്കത് അടച്ചു തീർക്കാം എന്നുള്ളത്. എന്തൊരു പവറാന്ന് നോക്കിയ ഗൈസ്. സത്യം പറഞ്ഞാൽ ഒരു സൂപ്പർ ബൈക്ക് ഒരു ഇനീഷ്യൽ ആക്സലറേഷനിൽ ഒരു C900 അല്ലെങ്കിൽ ഒരു മിഡിൽ വെയ്റ്റ് 650cc ഒക്കെ ഓടിക്കുന്ന ഏകദേശം ആ ഒരു വൈബ് കിട്ടുന്നുണ്ട് പവറിൻ്റെ കാര്യത്തിൽ മാത്രം കേട്ടോ. പക്ഷേ ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ പിന്നെ ആ പവർ നിൽക്കും. കാര്യം ഇൻസ്റ്റൻറ്റ് ടോർക്കാണ്, ഇൻസ്റ്റൻറ്റ് പവറാണ്. RPM ഇങ്ങനെ കയറി വരുന്ന സെറ്റപ്പൊന്നും അല്ല. നമ്മൾ കൈ കൊടുത്താണ്ട അങ്ങ് കയറും. സോ അങ്ങ് കയറുന്ന ഒരു സാഹചര്യം ഉള്ളത് കൊണ്ട് നമുക്കൊരിക്കലും ഈ വണ്ടി എന്താ പറയുക അങ്ങ് 40 bhp ആയിട്ടുള്ള ഒരു പവറേ കിട്ടത്തുള്ളൂ. ഒരു 150 മാക്സിമം 145. സോ നിങ്ങൾ
ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആരൊക്കെ വാങ്ങണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഡെയിലി യൂസിനാണ് നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കുന്നതുണ്ടെങ്കിൽ ഒരു 2 ലക്ഷം രൂപ താഴെ നിൽക്കുന്ന ഇവരുടെ തന്നെ വണ്ടികൾ ഇപ്പോൾ അടുത്ത വർഷം ഇറങ്ങും, ടെസ്റ്റ് ട്രാക്റ്റൊക്കെ ഇറങ്ങും. അത് നല്ല ഓപ്ഷൻ തന്നെയാണ്, അത് നല്ലൊരു വണ്ടിയാണെന്നൊക്കെയാണ് പറയുന്നത്. അത് വണ്ടി ഇറങ്ങിയിട്ട് നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് ആയിട്ട് പറയാം. അൾട്രാ വെയിൽറ്റ് ആയതുകൊണ്ട് വലിയ മോശം വരാൻ വഴിയില്ല. പിന്നെ ഇതിൻ്റെ ഓണർഷിപ്പ് ലെവലിലുള്ള റിവ്യൂസൊന്നും സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ പറയുന്നില്ല. കാര്യം വേറൊന്നുമല്ല, എനിക്കറിയത്തില്ല. ഞാൻ 5 ദിവസം യൂസ് ചെയ്തിട്ട് എനിക്ക് പ്രത്യേകിച്ച് ഇഷ്യൂസൊന്നും ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ ഇഷ്യൂസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് എനിക്ക് മെസ്സേജും അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ യൂട്യൂബിൽ വീഡിയോയും ഇടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഐ ഡോണ്ട് നോ, എനിക്കറിയില്ല, അവരുടെ പ്രശ്നങ്ങളാണ്. എനിക്ക് അങ്ങനെ ഒരു ഇഷ്യൂ ഇതുവരെ തോന്നിയിട്ടില്ല. പിന്നെ എനിക്ക് ആപ്പാട് തോന്നിയൊരു ഇഷ്യൂ എന്ന് പറയുന്നത് ബാക്കിൽ നിന്ന് ചെളി അടിച്ച് നമ്മുടെ മണ്ട വരെ കയറും, അതൊരു ഇഷ്യൂ ആയിട്ട് തോന്നി. പിന്നെ ചാർജ് അത് EVയുടെ ആണോ എന്നൊന്നും അറിയത്തില്ല. നമ്മുടെ പെട്രോൾ വണ്ടിക്കകത്തൊക്കെ ഇച്ചിരി കൈ കൊടുത്ത് ഓടിച്ചാലും വലിയ മൈലേജ് ഡ്രോപ്പ് വരത്തില്ല. ഇത് നമ്മൾ എങ്ങനെ കൈ കൊടുക്കുന്നു, അതിപ്പോൾ ഇത്രയും ഞാൻ കൈ കൊടുത്തു വെച്ചു, അത്രയും ചാർജ് ഒരു ദാക്ഷിണ്യം ഇല്ലാതെ കുറയും, അതൊരു തർക്കവും വേണ്ട. പിന്നെ ലീൻ ആംഗിൾ സെൻസർ, റഡാർ, എങ്ങനെ എല്ലാ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെ ഈ വണ്ടിയിലുണ്ട്. സോ ഈ വണ്ടിയുടെ ഒരു ഓവറാൾ റിവ്യൂ എന്ന് പറയാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ്, എനിക്ക് തോന്നിയ ഈ വണ്ടിയിൽ എന്താണ് ഈ വണ്ടി, ആരൊക്കെ ഈ വണ്ടി വാങ്ങണം എന്നൊക്കെ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ തന്നെയാണ്. സോ നിങ്ങൾക്ക് എന്താണ് ഈ EV എടുക്കുന്നതിനെ പറ്റി തോന്നുന്നത്? ജസ്റ്റ് ഒന്ന് കാര്യം മതി. ഞാൻ ഒരു EV ഹേറ്റർ അല്ല, ഉള്ള കാര്യം പറയാം. ഇനിയുള്ള കാലഘട്ടത്തിൽ അങ്ങോട്ട് ഒരു പെട്രോൾ വണ്ടിയോ അല്ലെങ്കിൽ ഒരു ഡീസൽ വണ്ടിയോ എടുക്കുന്നത് ഒരു മണ്ടത്തരമാകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. കാര്യം അത്രമാത്രം ലാഭിക്കാം നമുക്ക് പൈസ. സോ പിന്നെ ഈ വണ്ടിയുടെ കേസിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഒരു 125 cc 1.5 ലക്ഷം രൂപയുടെ വണ്ടി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതും ഇതും ഓടിക്കുന്ന ഏകദേശം കോസ്റ്റ് ഏകദേശം ഒന്നായിരിക്കും. ബട്ട് സ്റ്റിൽ ഇത് ലാഭമായിട്ട് നമുക്ക് എന്തായാലും ഡെയിലി യൂസിന് മാറും. പക്ഷേ 4 ലക്ഷം രൂപ ഒറ്റയടിക്ക് കൊടുക്കാനില്ലാത്തവരൊന്നും ഒരുപാട് പൈസ ലാഭിക്കാമെന്ന് പറഞ്ഞൊന്നും എടുക്കുകയൊന്നും വേണ്ട, അത് വേറെ കാര്യം. ഒരു 2 ലക്ഷം രൂപ താഴെ നിൽക്കുന്ന ഒരു iQube അല്ലെങ്കിൽ ഇവർ തന്നെ വണ്ടികൾ വരുന്നുണ്ട്, അതൊക്കെ എടുത്താലും മതിയാവും. സോ ഇതെന്നൊക്കെ പറഞ്ഞാൽ എന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ള EVയുടെ ആയിട്ടുള്ള ഒരു സുഖം, എൻജിൻ ഓയിൽ മാറണ്ട, അതുപോലെ തന്നെ വേറെ പ്രത്യേകിച്ച് കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ല, ചാർജ് മാത്രം കുത്തി തീരുന്ന ടെൻഷൻ മാത്രം അടിച്ചാൽ മതി. അങ്ങനെയുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഈ ഒരു വണ്ടി നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. പിന്നെ സ്വിഗ്ഗി ഓടുന്നവർക്ക് മേ ബി ഇത് മുതലാവാനുള്ള സാധ്യത ഉണ്ട്. കാര്യം ഇത്രയും ലക്ഷം രൂപ എടുത്ത് സ്വിഗ്ഗിയിൽ ഓടുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്തായാലും നിങ്ങളൊരു വണ്ടി എടുക്കാൻ നിൽക്കുന്നവരാണ്, നിങ്ങൾക്ക് അതിൽ കൂടെ ഒരു നല്ലൊരു വരുമാനം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് നല്ലൊരു ഓപ്ഷൻ തന്നെ ആയിരിക്കും. കാര്യം 320 കിലോമീറ്റർ പറയുന്നെങ്കിലും ഒരു 250 കിലോമീറ്റർ ഒരു ദിവസം സ്വിഗ്ഗി ഓടിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ എങ്ങനെ തൊടാതെ ഒരു 1000-1500 രൂപ ഡെയിലി വരുമാനം ഉണ്ടാക്കാം. 1000-1500 രൂപ വരുമാനം ഉണ്ടാക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഈ വണ്ടി മുതലാവും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. 200 രൂപ ചാർജ് വന്നാൽ പോലും 300 രൂപ വന്നാൽ പോലും ഡെയിലി മാസം ഒരു 30,000 രൂപ നിങ്ങൾക്ക് കിട്ടും. അപ്പം 1-2-3 വർഷത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഈ വണ്ടി എങ്ങനെ പോയാലും ഒരു നഷ്ടമില്ലാത്ത രീതിയിൽ മുതലാവും. സോ ചിന്തിക്കാനാണെങ്കിൽ ഒരുപാട് വഴിയുണ്ട്. പിന്നെ ഞാൻ എൻ്റെ ഒരു പെർസ്പെക്റ്റീവിലുള്ള ഒരുപാട് കാര്യങ്ങൾ വീഡിയോയിൽ ആദ്യം പറഞ്ഞില്ലേ, എൻ്റെ ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാടിലുള്ള കുറേ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞത്. സോ ഫൈനൽ വെഡിക്റ്റ് പറയാനാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ തന്നെയാണ്. വണ്ടി എന്നുള്ള നിലയ്ക്ക് വേറെ എനിക്ക് ഓടിച്ചിട്ട് നല്ല ഒരു ഫീഡ്ബാക്ക് തന്നെയാണ് എന്തായാലും കിട്ടിയത്. നല്ല എൻജിനീയറിങ്, നല്ല ക്രാഫ്റ്റിംഗ്, നല്ല സോഫ്റ്റ്വെയറിങ്. എനിക്കിതുവരെ ഗ്ലിച്ചസ് ഒന്നും വന്നിട്ടില്ല. ഒരുപാട് പേര് ഗ്ലിച്ചസ് വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ റേഞ്ച് ആണെങ്കിലും ഓക്കെയാണ്. ഈ ഒരു 10 കിലോ വാട്ടിൻ്റെയൊക്കെ റേഞ്ച് എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. എൻ്റെ ഒരു ഓട്ടത്തിന് ഒരാഴ്ചയിൽ ഒറ്റ തവണ കൊത്തിയിട്ടാൽ മതി. സോ അതൊക്കെ ഒരു വലിയ ലാഭം തന്നെയാണ്. പക്ഷേ ഈ വിലയിലോട്ട് വരുമ്പോൾ സമയത്ത് അത് മുതലായി വരുമ്പോഴത്തേക്കും എത്ര വർഷം എടുക്കുമെന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത്. സോ കറക്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നവർ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് കമൻറ്റ് ചെയ്യും. സോ അടുത്തൊരു വീഡിയോയിൽ കാണാം. നിങ്ങൾക്ക് EV ആണോ അതുപോലെ തന്നെ ICE എഞ്ചിനാണ് ഇഷ്ടം? എനിക്ക് ICE എഞ്ചിനാണ് ഇഷ്ടം. EV മോശമൊന്നുമല്ല. നമ്മുടെയൊക്കെ ഇനി അങ്ങോട്ട് 2030 ആകുമ്പോഴത്തേക്കും ഏകദേശം പെട്രോൾ വണ്ടികളുടെയൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഏകദേശം എൻഡ് ആവും. അതായത് നിർത്തലാക്കുമെന്നല്ല പറയുന്നത്, ലൈഫ് ലോങ് എന്തായാലും പെട്രോൾ ഡീസൽ വാഹനങ്ങളൊക്കെ കാണും. ഡീസലാണെന്ന് വരത്തില്ല, പെട്രോൾ വാഹനങ്ങൾ കാണും. പക്ഷേ ആൾക്കാർ ചിന്തിച്ച് മാറി തുടങ്ങിയിരിക്കും, അത് ഉറപ്പുള്ള കാര്യമാണ്. ഞാനും എന്തായാലും ഒരു EV എടുക്കും. പക്ഷേ ഒരു സ്കൂട്ടർ ലെവൽ, കമ്മ്യൂട്ടർ ലെവലിൽ നിൽക്കുന്ന വണ്ടി മാത്രമേ എന്തായിരിക്കും ഞാൻ എടുക്കത്തുള്ളൂ. എനിക്ക് കുറച്ച് പൈസ എന്തായാലും സേവ് ചെയ്യാം.
പിന്നെ നമ്മുടെ പ്രൈമറി ട്രിപ്പും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാൻ അതെന്തായാലും നമ്മുടെ IC എൻജിൻ തന്നെ ആയിരിക്കും. മാക്സിമം നമ്മുടെ ആ ഒരു യുഗം നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യുക. നമ്മുടെ ആ ഈ ഒരു തലമുറ, കാര്യം ഇനി അങ്ങോട്ട് ഈ തലമുറയൊക്കെ ഇത് ഫ്യൂച്ചറാണ്. ഇതാണ് ഫ്യൂച്ചർ. ഇനിയുള്ള തലമുറ ഇതാണ് ഉപയോഗിക്കാനായിട്ട് പോകുന്നത്. സോ അവർക്ക് ഇതൊരു വികാരമായി മാറും. അതിലൊരു തർക്കവും വേണ്ട. പിന്നെ നമുക്ക് നമ്മുടെ പെട്രോൾ വണ്ടി, ഡീസൽ വണ്ടി. യെസ്, അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.